കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. 2 കസ്റ്റമറുടെ 4 ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൽ കിട്ടിയ ചെറിയൊരു അഴിച്ചുപണിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ബ്ലൗസ് പ്രിൻസസ് കട്ടും 2 ബ്ലൗസ് നമ്മുടെ നോർമൽ കട്ടിങ് ബ്ലൗസും ആയിരുന്നേ. അപ്പോൾ ഈ ഒരു കട്ടിങ് ബ്ലൗസിലാണെന്നുണ്ടെങ്കിലും ഒരെണ്ണത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചെയ്തത്. ഒരെണ്ണത്തിൻ്റെ ടക്ക് കുറച്ച് മേളിലേക്ക് കയറിപ്പോയത് കൊണ്ടിട്ട് കസ്റ്റമർ അത് തിരികെ കൊണ്ടും തന്നായിരുന്നേ. അപ്പോൾ നമുക്കതാണെന്നുണ്ടെങ്കിലും അഴിച്ച് ചെയ്യാതെ ശരിയാകും. അപ്പം ഞാൻ സാവധാനം ഇരുന്ന് അതെല്ലാം പതിയെ അഴിച്ചിട്ട് ശരിയാക്കിയിട്ടാണ് കസ്റ്റമറിന് കൊടുത്തത്. അവർ പിന്നെ കൊണ്ടുപോയി ഇട്ട് നോക്കിയ ശേഷം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സമാധാനമായത് കേട്ടോ. ഇപ്പോൾ 1 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ പുറത്തേക്കൊക്കെ സാരി ബ്ലൗസൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നേരത്തേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സ് എല്ലാ മോഡൽ ഡ്രസ്സും തയ്ക്കാൻ കൊണ്ടുവരുമ്പോഴേക്കും ബ്ലൗസ് മാത്രം നമ്മൾ തയ്ക്കില്ലെന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഞാൻ വേറൊരാൾക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴേക്കും പല ബ്ലൗസിനും ആളുകൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ പറയാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു കാര്യം സാവധാനം നിർത്തിയിട്ട് നമുക്കിപ്പോൾ നമ്മളോട് കുറച്ച് ഇതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ലേ, അവരുടെ ബ്ലൗസൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർക്കും വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള ചില കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ളത് ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ സാവധാനം ഓരോന്നെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് സത്യത്തിൽ അധികം കംപ്ലൈൻറ്റ് കേൾക്കണില്ലെന്ന് മാത്രമല്ല, എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേക്കും പിന്നെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിട്ടാണ്. വേറൊരാൾ ചെയ്യണ വർക്കിന് നമ്മൾ അതിന് പഴിയേക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ എല്ലാ വർക്കും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഓരോ വർക്കും ഞാൻ എടുത്തു തുടങ്ങിയത്. പിന്നെ എന്നിലുണ്ടായിരുന്ന ആ ഒരു പേടിയെന്നൊരു കാര്യത്തെ മാറ്റി നിർത്തിയപ്പോഴാണ് സത്യത്തിൽ എന്തും നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നത് കേട്ടോ. എപ്പോഴും നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആകണമെന്നില്ലല്ലോ. എങ്കിലും ഇതേപോലെയുള്ള മിസ്റ്റേക്കൊക്കെ വല്ലപ്പോഴും പറ്റിയാലല്ലേ അതും ശരിയാക്കി നമുക്ക് മുന്നേറാനായിട്ടും പറ്റുള്ളൂ.